നമസ്കാരം. പ്രവാസി ഓൺലൈൻ ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 മാസത്തിൽ അധികമായി ഞങ്ങളുടെ ഈ ചാനൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സാങ്കേതിക തകരാറ് കൊണ്ട് ഫ്രീസ് ചെയ്തതാണ്. പക്ഷേ ഇന്ന് മുതൽ അത് വീണ്ടും അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ രസകരവും എന്നാൽ വളരെ മ്ലേച്ഛവുമായ ഒരു എക്സ്ക്ലൂസീവാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മലയാളിയെ പറ്റി തന്നെയാണ്. മലയാളിയെ പറ്റി പറയുമ്പോൾ മലയാളിയെ കവച്ചു വെക്കാൻ ഏത് കാര്യത്തിനും ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു സംഭവത്തിലൂടെയും വെളിച്ചത്ത് വരുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയാൽ അത് ജോലിക്കായാലും വേലയ്ക്കായാലും പഠിക്കാനായാലും ഇനി അഥവാ അനധികൃതമായിട്ടാണെങ്കിലും വിദേശത്ത് കുടിയേറി കഴിയുമ്പോൾ മാതൃരാജ്യത്തെ തള്ളിപ്പറയുകയും അതുപോലെ തന്നെ മാതൃരാജ്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അല്ലെ മലയാളികൾ ഒക്കെ തന്നെ മോശക്കാരാക്കി സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ അവമതിപ്പുണ്ടാക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് ഒരുപക്ഷെ എത്ര ആലോചിച്ചാലും ചിലപ്പോൾ പിടികിട്ടില്ല. എങ്കിലും ഇത്തരക്കാരെ കയറൂരി വിടുന്നതും വെറുതെ വിടുന്നതും ഒട്ടും ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുമുള്ളത്. വർഷങ്ങളായി വിദേശത്ത് കുടിയേറി ജോലി ചെയ്തും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം താമസിക്കുമ്പോൾ നമ്മുടെ മാതൃരാജ്യം എപ്പോഴും നമുക്കൊരു മഹിമ നൽകുന്നുണ്ട്. അത് ചില സമയങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് തന്നെ അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യവും വരുന്നു. എന്നാൽ എപ്പോഴും മാതൃരാജ്യത്തെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവക്കാർ അവർ ഏത് വിധേനയും മാതൃരാജ്യത്തെ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യയെ തന്നെ മോശക്കാരാക്കി അവമതിപ്പുണ്ടാക്കി സംസാരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏറ്റവും പുതിയൊരു സംഭവത്തെ പറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ എക്സ്ക്ലൂസീവായി പ്രവാസി ഓൺലൈൻ ടിവി എത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നാൽ, ഇന്ത്യ എന്റെ രാജ്യമല്ല, ഇന്ത്യക്കാർ എന്റെ സഹോദരങ്ങളുമല്ല. ഇത് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ രാവിലത്തെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു മീറ്റിംഗിൽ നമ്മൾ എല്ലാവരും ഏറ്റു ചൊല്ലുന്നതാണ്. ആ ഒരു വാക്യം കടമെടുത്തുകൊണ്ട് തന്നെ ഈ വാക്കുകൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ഇടകളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ ദേശീയ പതാകയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിരന്തരം അധിക്ഷേപിച്ചിരുന്ന പ്രവാസി മലയാളി ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന ആൽബിൻ മാത്യു എന്ന യുവ മലയാളിയാണ് ഇപ്പോൾ US പോലീസിന്റെ പിടിയിലായത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യക്കാർ എന്റെ സഹോദരങ്ങളാണ് എന്നാണ് നമ്മൾ സ്കൂളുകളിൽ അസംബ്ലിയിൽ എപ്പോഴും ഏറ്റു ചൊല്ലാറുള്ളത്. അതിന് വിപരീതമായിട്ടാണ് ഈ മാന്യൻ, അതായത് 31 വയസ്സുള്ള ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന പാലക്കാരനാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ പാലായുടെ മഹത്വം മുറുകെ പിടിക്കുന്ന ഈ ഒരു മുരിങ്ങ വെറും മുരിങ്ങയായി മാറി എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവത്തിലൂടെ പോലീസിന്റെ പിടിയിലായത്. അമേരിക്കയിൽ ഇരുന്ന് സ്വന്തം നാടായ ഇന്ത്യയെ വെല്ലുവിളിച്ച ആൽബിച്ചനെ US ഇമിഗ്രേഷൻ വിഭാഗമായ ICE ആണ് പൊക്കിയത്. ഇയാളെ വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് നാട് കടത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇയാൾ എങ്ങനെയാണ് വിദേശത്ത് എത്തിയെന്ന് ആർക്കും തന്നെ പിടിയില്ല. കാനഡ വഴി അനധികൃതമായി അമേരിക്കയിൽ കടന്നുകൂടിയ 31കാരനായ ആൽബിച്ചൻ. പേരൊക്കെ വളരെ ഭംഗിയാണ്, കേൾക്കാനും സുഖമുണ്ട്, വിളിക്കാനും സുഖമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 25-നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വലയിലായത്. മതിയായ രേഖകളില്ലാതെ US-ൽ തങ്ങിയതിനാണ് അറസ്റ്റ്. എന്നാൽ ഇയാൾക്കെതിരെ കേരളത്തിൽ ഗുരുതരമായ കേസുകളും നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ലഹരിമരുന്ന് കൈവശം വെച്ചതിനും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും പുറമെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതിനും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് പകരം അശ്ലീല ഇമോജികൾ നൽകിയും ദേശീയ പ്രതിജ്ഞയെ വികലമാക്കിയും ഇയാൾ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. ഇന്ത്യ തുലയട്ടെ എന്നടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ആലുവ എടത്തല പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിട്ടുമുണ്ട്. അമേരിക്കയിലായതിനാൽ ഇത്രയും കാലം നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട ആൽബിച്ചൻ എന്ന മഹാമാന്യന് ഇനി രക്ഷയില്ല. സോഷ്യൽ മീഡിയ വഴി ഇന്ത്യയെയും ദേശീയ പതാകയും അപമാനിച്ച സംഭവം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുഖവിലക്കെടുക്കുകയും കേസെടുക്കാൻ പ്രചോദനവുമായി ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഒട്ടനവധി പരാതികളാണ് ഇയാൾക്കെതിരെ ഉയർന്നിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആളുകളെ ആകർഷിച്ച് അമേരിക്കയിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള വാഗ്ദാനവും നടത്തി പണം സ്വരൂപിച്ചതായും ആരോപണങ്ങളുണ്ട്. എന്തായാലും കേസുകൾക്ക് മേൽ കേസുകളും കേസ് കെട്ടുകൾക്ക് മേൽ കേസ് കെട്ടുകളും നിരവധിയായി ഇയാൾക്കെതിരെ ഉയർന്നു വരുമ്പോൾ ഇത്തരക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. കുറ്റം തെളിയിക്കപ്പെട്ട് ഇയാളൊക്കെ തന്നെ ഇരുമ്പഴികൾക്കുള്ളിൽ ഒരുപക്ഷെ ജീവപര്യന്തം കിടന്നാലും രാജ്യത്തിന് ഒരു നഷ്ടവും വരിക
നൽകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമേരിക്കയിലെ സ്വിറ്റ് വാട്ടർ കൗണ്ടിയിൽ ഐസ്വോൾഡ് ഭരണാധികാരികളാണ് ഇയാളെ പ്രതിക്കൂട്ടിയിലാക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെതിരെ പ്രവാസി മലയാളികൾ ശക്തമായി പ്രതികരിക്കുക മാത്രമല്ല, ഇയാൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മറ്റു പ്രവാസി കാര്യാലയങ്ങൾക്കുമൊക്കെ തന്നെ പരാതികൾ നൽകിയതും ഇയാൾക്ക് വലിയ തിരിച്ചടിയായി. ഇനിയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇയാൾ ഭാഗ്യം പരീക്ഷിച്ച ചരിത്രവുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ മത്സരിച്ചെങ്കിലും സ്വന്തം ബൂത്തിൽ പോലും വോട്ട് കിട്ടാതെ നാണം കെട്ടാണ് ഇയാൾ തോറ്റു മുടിഞ്ഞത്. പിന്നീട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ലീഗ് എന്ന പേരിൽ പുതിയ സംഘടനയുമായി എത്തിയെങ്കിലും അതൊന്നും ഏശിയില്ല. ആരും ഇയാളെ പിന്തുണച്ചുമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും കേരളം വിട്ടതും അനധികൃതമായി കാനഡയിൽ എത്തിയതും അവിടെ നിന്ന് US കടന്നുകൂടിയത്. എന്തായാലും അമേരിക്കൻ മണ്ണിലിരുന്ന് ഇന്ത്യയെയും കേരള പോലീസിനെയും വെല്ലുവിളിച്ച ആൽബിച്ചൻ എന്ന പൊന്നുമോൻ ഇനി വിമാനമിറങ്ങുന്നത് വിലങ്ങുമായി കാത്തിരിക്കുന്ന കേരള പോലീസിന്റെ മുന്നിലേക്കായിരിക്കും എന്നതാണ് അതിലെ മറ്റൊരു വസ്തുത. ദേശീയ ബഹുമതികളെ അപമാനിച്ചതിനും വിദ്വേഷ പ്രസംഗത്തിനും കടുത്ത ശിക്ഷയാണ് ഇയാളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളാകുന്നവർ ഏത് രാജ്യത്ത് കുടിയേറിയാലും ആ രാജ്യത്തെയും നമ്മുടെ സ്വന്തം രാജ്യത്തെയും എപ്പോഴും മാനിക്കുകയും ആദരവോടെ കാണുകയും സ്വന്തം രാജ്യത്തിന്റെ മഹിമകൾ ജീവിക്കുന്ന രാജ്യത്ത് പറ്റുമെങ്കിൽ അതിൻ്റെതായ ചട്ടക്കൂട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് ഇവിടെയുള്ളവരെ അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തുള്ളവരെ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം പ്രഘോഷിച്ച് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുന്നതാണ് ഏതൊരു രാജ്യ സ്നേഹിയുടെയും കർത്തവ്യവും കടമയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വികലമായ മനസ്സുള്ള വിവരം കെട്ട വിദ്വേഷികൾക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഹ്വാനവുമായി ഈ എക്സ്ക്ലൂസീവ് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന, അതായത് ഈ ചാനലിനും ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസിനും നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.